എന്തവിടെ കഴിക്കണോ? വേണ്ട വേണ്ട കഴിച്ചോ. അങ്ങനെ ജില്ലൂസിന് തണുക്കുന്നതുകൊണ്ട് ഞങ്ങളൊരു സ്വെറ്റർ എടുക്കാൻ പോയി. വീട്ടിൽ നിന്ന് ഒന്നും എടുക്കാതെയാണ് ഇറങ്ങി പോകുന്നത്. ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പ്. ഫാമിലിയോട് എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞു നല്ല തണുപ്പാണ്, എല്ലാ ഡ്രസ്സും എടുത്തു. അവർ വണ്ടി നിറയെ ഡ്രസ്സായിട്ട് വന്നു. ഞങ്ങൾ രണ്ടുപേരും ഒന്നും കൊണ്ടുവരാതെ വന്നു. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഭയങ്കര തണുപ്പായിട്ട് ഞാൻ ഒരു സ്വെറ്റർ വാങ്ങാൻ വേണ്ടി പോയതാ. അങ്ങനെ ഞങ്ങൾ നയാഗ്രയിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഒരു ബോട്ട് റൈഡ് ഉണ്ട്. അപ്പോൾ ആ ബോട്ട് റൈഡിന് വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അത് നയാഗ്ര ഫാൾസിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോകും. അപ്പോൾ അതിനു വേണ്ടി പോവുകയാണ്. ഇവിടെ കുറേ പ്രതിമയൊക്കെ ഉണ്ട്. അത് ജില്ലുവോ? പിന്നെ പുറകിൽ എല്ലാവരും നടന്നു വരുന്നു. പുറകിലുണ്ട്. ഇന്ന് വെതർ അത്ര സുഖമല്ല. ഒരു റെയിനി ആണ്, കുറച്ച് റെയിനി വിൻഡി അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 9 o'clock ഒക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയതുകൊണ്ട് പാർക്കിംഗ് കറക്റ്റായിട്ട് കിട്ടി. ഞങ്ങൾ വന്നു ഒരു 50 minutes കഴിഞ്ഞപ്പോഴത്തേക്കും പാർക്കിങ്ങിലോട്ട് ഫുള്ളായി. അപ്പം നേരത്തെ വരുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും, പാർക്കിങ്ങും കിട്ടും. കുറച്ച് നടക്കണമെന്നേ ഉള്ളൂ, എന്നാൽ പോലും നമുക്ക് സേഫായിട്ട് പാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ പാർക്കിങ്ങിനൊക്കെ ഒത്തിരി ഇങ്ങനെ കറങ്ങി നടക്കേണ്ടി വരും. അപ്പം ഞങ്ങളിപ്പം നടന്ന് ഈ പറഞ്ഞ എന്തോ കുറേ ബോട്ടിങ്ങും അതുപോലെ എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടക്കുക. എന്താണ് അപ്പച്ച ഇവിടെ? വെള്ളച്ചാട്ടം കണ്ടു. എങ്ങനെയുണ്ട്? ഉഗ്രനായിരിക്കും. ഒന്ന് കുളിക്കാൻ തോന്നുന്നുണ്ടോ വെള്ളത്തിൽ? ഇല്ല. അവിടെ തന്നെ വേറെ ചിരിച്ചോണ്ടിരിക്കുന്നു. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം കണ്ടുപിടിക്കണം. കുറേ നേരം തപ്പി നടക്കുന്നു. കിട്ടുന്നുമില്ല. അതിൻ്റെ ഉള്ളോടത്ത് തപ്പണം. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ബ്ലൂ ജാക്കറ്റ് കിട്ടും. എന്ന് വെച്ചാൽ ഞങ്ങൾ US നിന്ന് വരുന്നതുകൊണ്ട് ബ്ലൂ ജാക്കറ്റ്, കാനഡയിൽ നിന്ന് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ റെഡ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ബ്ലൂ ജാക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ബാക്കിയുള്ളവരൊക്കെ തിരിച്ച് വരുന്നേ ഉള്ളൂ. ലിജുവൊക്കെ
അങ്ങനെ നയാഗ്ര ഫോൾസിൻ്റെ വെള്ളച്ചാട്ടം എല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? അടിപൊളി. അച്ഛമ്മയ്ക്കോ? അടിപൊളിയായിരുന്നു. അപ്പച്ചോ? അപ്പച്ചൻ താമസിക്കാനുള്ള പരിപാടിയാണോ ഇവിടെ? അങ്ങനെയില്ല, നാട്ടിൽ തന്നെ ഇഷ്ടം. ഇവിടെ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു, എന്നാലും പിന്നെ താമസിക്കാൻ പറ്റില്ല, വീടൊക്കെ കിടക്കുന്നില്ല. അത് കുഴപ്പമില്ല, നമുക്ക് വിട്ടിട്ട് പോരാന്ന്. പോരാ. ജിൽസേ, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു, സൂപ്പർ. ഇനി അടുത്ത പ്രാവശ്യം കാനഡയിൽ നിന്ന് പോകാം. അങ്ങനെ ഞങ്ങൾ അമേരിക്കൻ ഫോൾ കാണാൻ പോകും. അമേരിക്കൻ സൈഡിലുള്ള വളരെ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ ഒരു വഴിയിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു കയറുവാണ്. അപ്പോൾ ഞങ്ങളിവിടെ അമേരിക്കൻ ഫോൾ കാണാൻ വേണ്ടി പോയി. ഞങ്ങളുടെ പുറകിലുണ്ട്. ഞങ്ങൾ ആ കയറ്റം കയറുകയാണ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. സോ കുറേ സ്റ്റെപ്സ് ഉണ്ട്. ആൾക്കാരുടെ കൂടെ തെക്കിക്കൂട്ടി ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളുടെ കൂടെ വന്ന ബാക്കി ആൾക്കാർക്ക് നടക്കാൻ വയ്യാത്തത് കൊണ്ട് അവർ താഴെ തന്നെ ഇരിക്കുവാണ്. ലിജു ഞങ്ങളെ നയിച്ചുകൊണ്ട് പോവുകയാണ്. ഇവിടെ ലിജു നോക്കിയടാ, എല്ലാം ഞാൻ കൺട്രോൾ ചെയ്യുന്നു. പേടിക്കണം, നിങ്ങൾക്ക് ആർക്കും ഒന്നും പറ്റുന്നില്ല. അതാണ് ഞങ്ങൾക്ക് ആകെ പുറകെ എങ്കിൽ പോകുന്നതാണ്. ഇത് കയറിയിട്ടും കയറിയും തീരുന്നില്ല കേട്ടോ. കുറേ നേരമായി കയറാൻ തുടങ്ങിയിട്ട്. എടി നീ കുഴങ്ങി ഓടി. ഇല്ല, കുഴപ്പമില്ല, രസമുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മെയ്ഡ് ഓഫ് മിസ്റ്റ് എന്ന് പറയുന്ന അവിടെ നമ്മൾ പോയി. കഷ്ടം. അയ്യേ മൂഞ്ചിയേ. അടുത്ത് പോകാൻ പോകുന്ന കേവ് ഓഫ് അപ്പോൾ അവിടുത്തെ പ്രോസ്പെക്ട് പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഫോട്ടോസ് എല്ലാം കാണാവുന്നതാണ്. ഞങ്ങൾ ആരുടെയും 3 പേരുടെ ആരുടെയും ഒരാളുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ബ്ലോഗിൻ്റെ പോസ്റ്റ് നോക്കിയാൽ മതി. ജിനോ ജിലു ബ്ലോഗ് അല്ലേ, എവിടെയെങ്കിലും ഒരു പോസ്റ്റ് കാണും. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇടും. വലിയ സ്റ്റോറി ഇപ്പം തന്നെ നോക്കിയാൽ സ്റ്റോറി കാണും. അടുത്ത് നമ്മൾ ഒരു ഒബ്സർവേഷൻ ഡെക്ക് എന്ന് വന്നിരിക്കുകയാണ്. സോ അത് കണ്ടു കഴിഞ്ഞാൽ നേരെ കയറി എസ്കലേറ്റർ എടുത്ത് വന്നു കഴിഞ്ഞാൽ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ട്. സോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും, നയാഗ്ര ഫോൾസിന് 2 സൈഡിലും ഉള്ളതും. അപ്പം അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്താണ് ചേച്ചിയും അനിയനും കൂടി? അല്ല, കാനഡയുടെ എൻട്രൻസ് അവിടെ ആണ്. കാനഡ ഇതിൽ കൂടെ പോകുന്നുണ്ടോ വണ്ടി? ആ വണ്ടി പോകുന്നതിൻ്റെ ആ വഴിയിലാണ് അതിൻ്റെ. സോ ഈ ഒരൊറ്റ ബ്രിഡ്ജേ ഉള്ളൂ കാനഡക്കാരൻ. ഇപ്പം ഈ ബ്രിഡ്ജേ ഉള്ളൂ. പിന്നെ അംബാസഡർ ബ്രിഡ്ജ് മറ്റേ ഡിട്രോയിറ്റിൽ. എന്താ ഇവിടെ? ഇവിടെ ഇത് ഒബ്സർവേഷൻ ഡെക്കാണ്. നമുക്ക് ഇവിടെ നിന്നിട്ട് ആ വ്യൂ ഒന്നുകൂടെ കാണാം. എല്ലായിടത്തും നിന്ന് നല്ല വ്യൂ ആണ്. അപ്പോൾ ഇത് ഒബ്സർവേഷൻ ഡെക്കിൽ നിന്ന് നല്ല ടോപ്പിൽ നിന്ന് നമ്മൾ ആ ഒരു നയാഗ്ര ഫോൾസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാട്സ്ആപ്പ് സൂസി, എങ്ങനെയുണ്ട്? നന്നായിരുന്നു. ഇതുപോലത്തെ ഒരു കാഴ്ച കണ്ടിട്ടില്ല കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. നല്ലായിരുന്നു. ഇത് മാത്രം എല്ലാവർക്കും അതേ പറയുന്നുള്ളൂ. ആദ്യമായിട്ട് കാണല്ലേ ഇത്, അതുകൊണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? ആദ്യമായിട്ട് കാണുമായോണ്ട് നല്ലതായിരുന്നു. രണ്ടാമത് കണ്ട കൊള്ളത്തില്ലല്ലേ അമ്മച്ചി? എങ്ങനെയുണ്ടായിരുന്നു? കാണുമായിരുന്നു, അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പച്ചാ, അപ്പച്ചൻ്റെ വാക്കുകളിലേക്ക് കടക്കുകയാണ്. എന്താണ്?
കാനന്റെ സ്ഥലമാണ്. ഓർക്ക പറഞ്ഞു എന്നാലും കേൾക്കത്തുള്ളൂ. കാനന്റെ സ്ഥലമാണ്. എന്നിട്ട് കണ്ടില്ലേ? കണ്ടു. ആ ബോട്ടേ കയറി പിന്നെ വെള്ളം കൊണ്ട് വെള്ളം കണ്ടു. വെള്ളത്തിൽ നനഞ്ഞു. പിന്നെ എന്നാ വേണം? കയറി ഇവിടെ വന്നു. അതെ, പിന്നെ എന്നാ വേണം? ഒന്നും വേണ്ട. നാട്ടിലേക്കും വെള്ളമില്ലേ? വെള്ളം കാണാൻ ഇവിടെ വരണോ? വെള്ളം നായകര കാനഡയും ന്യൂയോർക്കിന്റെയും കൂടി വെള്ളമല്ലേ? അതുകൊണ്ടാണ് വെള്ളത്തിനൊരു പ്രത്യേകത. എങ്ങനെയുണ്ടായിരുന്നു? ഒബ്സർവേഷനൊക്കെ എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ താഴോട്ട് പോവാണ്. അടുത്ത് എന്താ കാണാനുള്ളത് നോക്കാം. അപ്പോൾ സൂസി എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ എയർഫോഴ്സ് കണ്ടു. പിന്നെ എന്നാ വേണം? ഇനി എന്നാ കാണാൻ പോണേ നമ്മള്? ഇനി എന്നാ കാണാൻ പോകുന്നത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് കാണണമെന്ന് അറിയത്തില്ല. നോക്കാം എങ്ങോട്ടെന്താ പോകുന്നത്. സോ അവസാനം ഇറങ്ങി വന്നു കഴിയുമ്പോൾ എപ്പോഴും കാണുന്ന പോലെ തന്നെ ഒരു സുവനീർ ഷോപ്പോ ഗിഫ്റ്റ് ഷോപ്പോ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറിയിരിക്കുകയാണ് ഇപ്പോൾ. മൂന്ന് അപ്പച്ചന്മാരുണ്ടല്ലോ. അല്ല, അങ്കിളും ഉണ്ട്. എന്താണ് എല്ലാരും പരിപാടിയായിട്ടിരിക്കുന്നത്? ക്ഷീണിച്ചോ? ഞങ്ങൾ നോക്കുമ്പോൾ ഇതാ അവിടെ പോലീസുകാരൊക്കെ വന്ന് കിടക്കുന്നു. നോക്കുമ്പോൾ ഒരാൾ ഒരു കമ്പിയുടെ വേലിയുടെ മുകളിൽ കയറി നാഗരയിലേക്ക് ചാടാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. അപ്പം എന്താ പോലീസുകാരൊക്കെ വന്നു അവരെ പിടിച്ചു മാറ്റാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ചാടാൻ വന്ന ആളെ മാറ്റിയെന്ന് തോന്നുന്നു. ഇപ്പോൾ കാണുന്നില്ല. പോലീസ് ആരോഗ്യം ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു കുറച്ച് മുമ്പ്. അങ്ങനെ കാണാൻ വേണ്ടി ഓടി വന്നാൽ പക്ഷേ അത് പറ്റിയില്ല. മൊട്ടത്തലയൊക്കെ നനഞ്ഞോ? ചെറുതായിട്ട് നനഞ്ഞു. അപ്പോൾ നമുക്ക് ആളെ കിട്ടി. ആ പുള്ളിക്കാരനാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. അയ്യോ, ഈ പുള്ളിക്കാരനല്ല, ഇത് നമ്മുടെ അപ്പച്ചനാണ്. അപ്പച്ചനെ പുറകിലുള്ള ആൾക്കാരാണ് നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്നത്. വെള്ളച്ചാട്ടം, അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടിട്ടില്ലേ? ഇല്ല, നയാഗര വെള്ളച്ചാട്ടം ആദ്യമായിട്ട് കാണുക. നയാഗരല്ലേ, അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഞാൻ പോയിട്ടില്ല. നന്നായി. ഇതാണ് ആദ്യമായിട്ട് കാണുന്നത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണോ നയാഗര ഫാൾസ് ആണോ നല്ലത്? ആതിരപ്പള്ളി. ആതിരപ്പള്ളിയോ? അയ്യോ, അത് അച്ഛൻ്റെ നാടായിട്ട് ചുമ്മാതാ. നയാഗര. ലിജു, എങ്ങോട്ടാണ് അടുത്ത് പോകുന്നത്? കേവ് ഓഫ് വിൻഡ്. അവിടെ എന്താണ്? അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. വിൻഡ് ഇതുവരെ വെള്ളച്ചാട്ടം അതിന്റെ സൈഡിൽ കൂടെ നടന്ന് കയറി പോവാം. അത് കാണാനോ? നമുക്ക് എവിടെയെങ്കിലും പോയി കണ്ടാൽ പോകും. അത് കഴിഞ്ഞ് 3 വ്യൂ പോയിന്റ് ഉണ്ട്. സിസ്റ്റേഴ്സ് ഐലൻഡ്, ഗോട്ട് ഐലൻഡ്, പിന്നെ വേറെ 2 എണ്ണം ഉണ്ട്. 3 വ്യൂ പോയിന്റാ കേട്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ജില്ലു തെക്ക് വടക്ക് നടക്കുന്നുണ്ട്. ഇതാ ലിജു ഇതാ പിന്നെയും ഒരു പെണ്ണിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ലിജു കൂട്ടാ സംസാരിച്ചു കഴിഞ്ഞോടാ? ആരോട്? ഓ, ഒന്നും അറിയാത്ത പോലെ അവിടെ കണ്ടോ. അവൻ തിരിഞ്ഞു സംസാരിച്ചോണ്ടിരിക്കുക. ഫോൺ കാണിച്ചു. പട്ടിയെ കാണാൻ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓഫ് ചെയ്ത കേട്ടോ. എല്ലാവർക്കും കൂടി ഒരു കാരമലിൻ്റെ പോപ്കോണൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഇപ്പം അതുകൊണ്ട് എല്ലാവരും തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സൂസി, കാരമൽ കഴിക്കുകയാണോ? നല്ല ടേസ്റ്റാ. നോ, വേണ്ട. അമ്മച്ചി എങ്ങനെയുണ്ട്? നടന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയപ്പോൾ നല്ലതാ. രുചിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ടിക്കറ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ ഒരു എന്തൊരു കേവ് ഇല്ലേ, കേവ് ഓഫ് വിൻഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ കയറിയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയായിട്ട് പോയി നമുക്ക് നിൽക്കാൻ പറ്റും. അങ്ങനെ ഒരു കേവ് ആണ് അവിടെ. അപ്പം നമ്മൾ അതിന് വേണ്ടിയുള്ള ടിക്കറ്റ് നിൽക്കണം. ഒരാൾക്ക് ഇപ്പോൾ $19 അവിടെ കാണാൻ വേണ്ടി പോകാനുള്ള ടിക്കറ്റ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞാൽ ഇതിന് ടൈമിംഗ് ഒക്കെ ഉണ്ട്. അവർ ടൈം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുക. പിന്നെ ട്രോളിക്കാണെങ്കിൽ $3. ട്രോളി എടുത്ത് എല്ലായിടത്തും കാണാൻ പോകുന്നതിന് ഒരാൾക്ക് $3 വെച്ചിട്ട്. അപ്പോൾ ഇവിടെ എല്ലാത്തിനും സെപ്പറേറ്റ് ടിക്കറ്റ് ആണ് നമുക്ക് കാണാൻ വേണ്ടി. ഇപ്പം 3 സംഭവം നമ്മളിപ്പോൾ കണ്ടു. അതിൽ 2 എണ്ണത്തിന് ടിക്കറ്റ് വേണമായിരുന്നു ഓൾറെഡി അല്ലേ? അപ്പം നമുക്ക് ഇനി ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇനി എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് എല്ലാം കിട്ടി. ഇനി ഞങ്ങൾക്ക് 1:30 ഉള്ളൂ. ഇപ്പോൾ ആകെ 12:30 ആയതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ടൈമിംഗ് ഉണ്ട്. അപ്പം അതനുസരിച്ച് നേരത്തെ വന്ന് ടിക്കറ്റ് എടുക്കാം. കേറാനായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് കയറാൻ പോവാണ്. അപ്പോൾ സ്വിച്ചിങ് ടു ഗോപ്രോ, കാരണം വെള്ളം മൊത്തം നനയാൻ പോവാം.